പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കുണ്ടയം പത്തനാപുരം എന്നീ സ്ഥലങ്ങളിലുള്ള വിജയകൃഷ്ണ ബാങ്കിൻ്റെ ശാഖകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായിട്ട് പണയം വയ്ക്കുന്നുണ്ട്. ഏകദേശം കുണ്ടയം ബ്രാഞ്ചിൽ 721 ഗ്രാം ഏതാണ്ട് 36 ലക്ഷം രൂപയും, പത്തനാപുരം ശാഖയിൽ ഏതാണ്ട് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പണയം വെച്ചിരിക്കുന്നത്. ബാക്കി ഒരു കേസും കൊടുത്തിട്ടുണ്ട്, 0 FIR ആണ്. അത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 58 ലക്ഷം രൂപ അടുത്ത് സ്വർണ്ണോരുപ്പിടികളാണ് പണയം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണം നല്ല ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ ഫിനാൻസുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹം ഒരു ജ്വല്ലറി ഉടമയായിട്ട് കൂടിയിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓഡിറ്റ് നടത്തുന്ന സമയത്താണ് ഇത് ഓഫീസർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് അറിഞ്ഞത്. അത്ര ഇതിൻ്റെ സ്വഭാവം കാണുമ്പോൾ കേരളത്തിലുടനീളം ഇത് ഇത്തരത്തിൽ പണയം വെച്ച് പൈസ തട്ടാനുള്ള നടപടികൾ ഉണ്ടായി കാണാം. പക്ഷേ അത് കൂടുതൽ അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റിലുണ്ട്, ഷബീർ എന്ന് പറയുന്ന പ്രതിയുണ്ട്. അതൊരു അപകടമായ സംഘമാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത, ഒരു ആസൂത്രിത കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വർഷത്തിനിടയ്ക്കാണ് ഇത് ആരംഭിച്ചിരിക്കുന്നതും ഈ അടുത്ത കാലം വരെ പണയം വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. ഇദ്ദേഹം വന്ന് ചെറിയ പണയങ്ങൾ വെച്ച് വിശ്വാസം ആർജിച്ചതിന് ശേഷമാണ് വലിയ വലിയ പണയങ്ങളിലേക്ക് അത് വയ്ക്കാൻ ആരംഭിക്കുന്നത്. എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ഒന്നിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം. അപ്പം നേരത്തെ ഒരു പ്രാവശ്യം കുണ്ടയം ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് പത്തനാപുരം ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ കുണ്ടയം ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് കലഞ്ഞൂർ ബ്രാഞ്ചിൽ കൊണ്ടുവച്ച സംഭവമുണ്ട്. അപ്പം അവിടെ പലിശ കൂടുതലാകുമ്പം കൂടുതൽ തുകയ്ക്ക് ഇത് മറിച്ച് വെച്ചിട്ട് അത് മറ്റ് ശാഖകൾ കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൽ വന്നവരേക്ക് പറയും. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.